ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബൈക്ക് ക്രാഫ്റ്റി. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രെയിംസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ വോൾ ഡെക്കോറായും ഡെസ്ക് ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടി കുട്ടി ഫ്രെയിംസ് ആണ്. ഞാനിവിടെ 3 ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന ഫ്രെയിം ഏകദേശം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഫ്രെയിമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇതിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തേക്കുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഓരോ ലൈൻസും വരച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ സൈഡിലെ സ്ക്വയർ പോർഷൻ കട്ട് ചെയ്ത് കളയുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോർഷനില്ലേ, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം 2 സൈഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കണം. എന്നിട്ട് രണ്ടാമത്തെ കോളത്തിൽ 1 സെൻറ്റിമീറ്റർ ഹൈറ്റിലൊരു പോയിന്റ് ഇട്ട ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ വരച്ച് യോജിപ്പിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന പേപ്പർ സ്ക്വയർ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 സൈഡ് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ റെക്റ്റാങ്കിളിലാണ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ചെറിയ സൈഡ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്താൽ മതി. അത് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലൊരു മെറ്റൽ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. മെറ്റൽ സ്കെയിലാണ് കുറച്ചും കൂടി നല്ലത് മറ്റേ സ്കെയിലിനേക്കാളും. ഇങ്ങനെ മടക്കുമ്പോൾ കുറച്ച് എനർജിയൊക്കെ കൊടുത്ത് മടക്കണം കേട്ടോ. നഖമൊക്കെ വെച്ച് ഇങ്ങനെ ഉരച്ച് മടക്കിയാൽ മതി. എന്നാലേ നമ്മൾ ഫ്രെയിമിന് വേണ്ടി മടക്കുമ്പോൾ നന്നായിട്ട് മടങ്ങി വരുള്ളൂ. ഇനി പണിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് മടക്കി ലോക്ക് ചെയ്യുക. നമ്മൾ അങ്ങനെ മടക്കി വെച്ചെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ആ സൈഡിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ആ ലോക്ക് ചെയ്യുന്ന സൈഡുണ്ടല്ലോ, അവിടെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്താൽ അതങ്ങോട്ട് ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രെയിം റെഡിയായി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബണ്ണിയുടെ ചിത്രമൊക്കെ വരച്ചൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫ്രെയിം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഇങ്ങനെ റോൾ ചെയ്തെടുത്ത കുറച്ച് പേപ്പേഴ്സും ഒരു കാർഡ്ബോർഡും. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്തെടുക്കുക. ഒരു സൈഡ് എനിക്ക് 2 ആവശ്യമായിരുന്നു, അതുകൊണ്ട് ടോട്ടൽ 8 പീസസ് ഉണ്ട്. നീളമുള്ളൊരു വലിയ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ അളവിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു. ഫ്രെയിം റെഡിയായി സ്ഥിതിക്ക് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പിക്ചർ വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ക്യൂട്ട് പിക്ചർ വരച്ചെടുത്തു. പിന്നെ ഫ്രെയിമിനും കളർ കൊടുത്തു. അടുത്തത് ഫ്രെയിം നമ്പർ 3. ഫ്രെയിം നമ്പർ 3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് വേണം. പിന്നെ ഒരു വെള്ള പേപ്പർ കൂടെ വേണം. ആ 2 ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഒന്നുകിൽ വലിയ റെക്റ്റാങ്കിൾ വരച്ചിട്ട് 2 സെൻറ്റിമീറ്റർ കുറച്ച് ഉള്ളിൽ ചെറിയ റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതല്ലെങ്കിൽ ചെറിയ റെക്റ്റാങ്കിൾ വരച്ചിട്ട് 2 സെൻറ്റിമീറ്റർ സൈഡിൽ നിന്ന് കൂട്ടി വലിയ റെക്റ്റാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് ഉള്ളിലെ കാർഡ്ബോർഡ് കഷ്ണം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ടൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്യാണ്. പേപ്പർ വൈറ്റ് തന്നെ വേണമെന്നില്ല, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രെയിമിനെ നമ്മൾ പേപ്പർ വെച്ചിട്ട് മൊത്തത്തിൽ പൊതിഞ്ഞെടുക്കുകയാണല്ലോ, അപ്പോൾ ഉള്ളിലെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. പുറത്തെ എക്സസ് ആയിട്ട് നിൽക്കുന്ന പേപ്പറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഉള്ളിലേക്ക് ഒട്ടിച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കാർഡ്ബോർഡ് പീസസ് 4 സൈഡിലും കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വേറൊരു കാർഡ്ബോർഡിൽ ഒരു വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ച ശേഷം അതിനെ ഇതിലേക്ക് ഒട്ടിച്ച് വെക്കുക. ഇതും ഫ്രെയിം ആണല്ലോ, അപ്പോൾ ഇതിനും ഒരു ക്യൂട്ട് പിക്ചർ വേണ്ടേ. അതുകൊണ്ട് ഈസി ആയിട്ടൊരു ക്യൂട്ട് പിക്ചർ വരച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ 3 ടൈപ്പ് ഫ്രെയിംസ്? ഇഷ്ടപ്പെട്ടോ? നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പിക്ക് എൻ്റെ ഇൻസ്റ്റയിലൊന്ന് അയച്ചേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.